ഇന്ത്യയിലെമ്പാടും കേരളത്തിലെമ്പാടും ഇതുപോലുള്ള ദേവീക്ഷന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അവർക്ക് ജാഗ്രതയോടെ നാം കാണേണ്ടതാണെന്നുള്ള സന്ദേശം ഈ നോവലിലൂടെ നമുക്ക് വേണം. ഏതൊരു വികസനത്തിനും അടിസ്ഥാനത്തിന് സാധ്യത അഴിമതിക്കാണ്. ആ അഴിമതികളിലൂടെ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാമെന്ന് ഇതിൽ പറയുന്ന കഥാനായകൻ 15 വർഷക്കാലത്തെ പ്രവാസ ജീവിതം ഒരു വർഷക്കാലമല്ല, എങ്കിൽ പോലും തിരിച്ചു വന്ന് വിമാനത്താവളം വരുന്നതുമായ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത്യാവശ്യം അളന്നിരിക്കാൻ വരുന്ന സർവേയർമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവരുമായി കണ്ട് സംസാരിച്ച് അല്പസ്വല്പം ചില്ലറ കൊടുത്താൽ പോലും എന്റെ പ്രദേശമെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെടണമെന്ന ജെയിംസിന്റെ നിർദ്ദേശം അവസാനം അധികാരികൾ അംഗീകരിക്കുകയാണ്. അവസാനം എല്ലാവരും കുഴിയൊഴിക്കപ്പെട്ടു പോകുമ്പോൾ ഈ ജെയിംസിന് അങ്ങനെ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥ, സ്വന്തം പ്രദേശത്ത് അന്യനാകുന്ന ഒരവസ്ഥയിലേക്ക് ജെയിംസ് എത്തപ്പെടുമ്പോൾ അവസാനം ജെയിംസ് അപേക്ഷിക്കുകയാണ്, എന്റെ ഭൂമിയും ഇതിൽ ഏറ്റെടുക്കണമെന്ന്. ഞാനും ഒഴിഞ്ഞുപോയാണ്. അവിടെ ജെയിംസ് നൽകുന്ന സന്ദേശം എന്താ? ഒഴിഞ്ഞ് അവിടുന്ന് പോകുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ അവിടെ നിന്ന് എന്റെ സുഖതാല്പര്യങ്ങൾ ഞാൻ കാക്ഷിക്കുന്നില്ല, അവരോടൊപ്പം പോവുകയാണ്. ആ പോകുന്നത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് നമ്മെ സഹായിക്കുവാൻ നമ്മോടൊപ്പം നിൽക്കേണ്ട പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മോടൊപ്പമില്ല എന്നും നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷകൻ നാം തന്നെയാണെന്നും ഇങ്ങേയറ്റം പറഞ്ഞാൽ